നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മൈക്രോസോഫ്റ്റ് വേർഡിനകത്തുള്ള ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട്, റെഫറൻസ് ആൻഡ് മെയിലിങ്സ് ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അതുവരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇനി നമുക്ക് രണ്ട് ടാബുകൾ കൂടെയാണ് ഇനി പറയാനുള്ളത്, റിവ്യൂ ടാബും വ്യൂ ടാബും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് റിവ്യൂ ടാബിലേക്ക് പോകാം. റിവ്യൂ ടാബിൽ ആദ്യം വരുന്നത് പ്രൂഫിംഗ് ആണ്. ഇപ്പം ഞാൻ റിവ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൂഫിംഗ് ആണ്. പ്രൂഫിങ്ങിനകത്ത് ആദ്യം വരുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. നമ്മുടെ ഡോക്യുമെൻറ്റിലെ സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എഴുതിയിട്ടുള്ളതിൽ ഏതെങ്കിലും സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റെഡ് അണ്ടർലൈനായിട്ട് കാണിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് കാണിച്ചിട്ടുണ്ട്? റെഡ് അണ്ടർലൈൻ കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെയാണ് കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ, റെഡ് അണ്ടർലൈൻ ആണെന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കും, അതുപോലെ തന്നെ ഗ്രാമർ എറേഴ്സ് ഒക്കെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഉണ്ടെങ്കിൽ അത് ഗ്രീൻ അണ്ടർലൈൻ ആയിട്ടുമാണ് കാണിക്കുന്നത്. ഇനി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്ക് ഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ, അല്ലെങ്കിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഡയലോഗ് ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കീബോർഡിലെ F7 കീ, ഫങ്ഷണൽ കീ ആയിട്ടുള്ള F7 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ F7 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇതിലെന്താ മെറ്റീരിയൽസ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഇവിടെ റെഡ് കാണിക്കുന്നത്. ഇനി ഈ സ്പെല്ലിംഗ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? ഇഗ്നോർ വൺസ് കൊടുക്കുക. ഇഗ്നോർ വൺസ് എന്ന് പറഞ്ഞാൽ ഇതേ സ്പെല്ലിംഗ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഈ ഒരു വട്ടം മാത്രം നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇഗ്നോർ വൺസ് കൊടുക്കുക. ഇഗ്നോർ ഓൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെല്ലിങ്ങിന് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഒരുപാട് തവണ വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇഗ്നോർ ഓൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ സജഷൻസ് ഉണ്ട്. ഇവിടെ സജഷൻസിൽ നമുക്ക് സ്പെല്ലിംഗ് കൊടുക്കും. മെറ്റീരിയൽസ് എന്ന് പറയുന്ന സ്പെല്ലിങ്, അതായത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ഇത് കറക്റ്റ് അല്ല, ഇതിൽ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സജഷൻ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഇത് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു? നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചേഞ്ച് ആകും. ഇനിയിപ്പോൾ കാണിക്കുന്ന നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക്, ഇത് കണ്ടോ, ഇവിടെ എന്താണ്? നമുക്ക് ഗ്രീൻ അണ്ടർലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമർ മിസ്റ്റേക്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് സജഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതല്ല നമുക്കിത് ഇഗ്നോർ ചെയ്താൽ മതിയെങ്കിൽ ഇഗ്നോർ വൺസ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഗ്രാമർ മിസ്റ്റേക്ക് മാറും. അതുപോലെ തന്നെ അടുത്തതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. ഇങ്ങനെ നമുക്ക് എന്തൊക്കെ എറേഴ്സ് നമ്മുടെ ഡോക്യുമെൻറ്റിലുണ്ടോ അതെല്ലാം ഇങ്ങനെ കാണിക്കും. എല്ലാ എറേഴ്സും നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് കംപ്ലീറ്റ് എന്നും പറഞ്ഞ് നമുക്ക് കാണിക്കും. അപ്പോൾ ഇതാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അപ്പോൾ നമുക്ക് റിവ്യൂ ടാബിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഡയലോഗ് ബോക്സ് വരും. അതുപോലെ തന്നെ നമുക്ക് F7 കീ യൂസ് ചെയ്തിട്ടും ഇതിനെ എന്ത് ചെയ്യാം? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം റിവ്യൂ ടാബിൽ ആദ്യം വരുന്നത് എന്താണ്? പ്രൂഫിംഗ് ആണ്. പ്രൂഫിങ്ങിനകത്ത് ആദ്യം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് റിസർച്ച് ആണ്. ഇവിടെ കണ്ടോ, റിസർച്ച്. ഇതെന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് പാൻ ഓപ്പൺ ആയി വരും. നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് റെഫർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ റിസർച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ റിസർച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യേണ്ടത്, ഏതെങ്കിലും ബുക്കോ ഓതറോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഗോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ തെഷേഴ്സ് ആണ്. തെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റിസർച്ചിന് ഷോർട്ട് കട്ട് കീ Alt+ ക്ലിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസർച്ച് ടാസ്ക് പാൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത തെഷേഴ്സ് ആണ്. തെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റിലുള്ള ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് തെഷേഴ്സ് ആണ്. Shift+F7 ആണ് തെഷേഴ്സിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ തെഷേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതുപോലെ തന്നെ റിസർച്ചിൻ്റെ പോലെ ഒരു ഡയലോഗ് ബോക്സ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കിപ്പോൾ
ഏതിൻ്റെയെങ്കിലും വാക്കിൻ്റെ മീനിങ്ങോ അതുമായി റിലേറ്റ് ചെയ്ത വേർഡ്സോ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനൊരു ടൈനി എന്ന് പറയുന്ന ഒരു വേർഡ് ഇവിടെ കൊടുത്തു. ടൈനി എന്ന് കൊടുത്തിട്ട് ഞാൻ ഈ ഗോ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ മീനിങ് ഉണ്ടോ? മിനിറ്റ്, മിനിയേച്ചർ, മൈന്യൂട്ട്, സ്മോൾ, ലിറ്റിൽ എന്നൊക്കെ പറയുന്ന കുറേ മീനിങ്ങുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും വേർഡ്സിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? തെഷേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. തെഷേഴ്സിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Shift+F7 ആണ്. അപ്പോൾ ഓർത്തിരുന്നാൽ മതി. F7 എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കാണ്. അതും ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. തെഷേഴ്സ് എന്ന് പറഞ്ഞാൽ Shift+F7 ആണ്. റിസർച്ച് ആണെങ്കിൽ Alt+Click ആണ്. ഇനി നോക്കിയേ, അടുത്തത് വേർഡ് കൗണ്ട് ആണ്. വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡോക്യുമെൻറ്റിൽ എത്രത്തോളം വേർഡ്സ്, ക്യാരക്ടർ അല്ലെങ്കിൽ പാരഗ്രാഫ്, എത്ര ലൈൻസ് ഉണ്ടെന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം വേർഡ് കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എത്രത്തോളം ഡോക്യുമെൻറ്റ്സിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇതാണ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ എത്ര പേജ് ഉണ്ട്, പേജ് 1 എത്ര വേർഡ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനാണ് വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുമുള്ളത് പ്രൊട്ടക്റ്റ് ഡോക്യുമെൻ്റ് ആണ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൂഫിംഗ് ഉണ്ട്, കമൻസ് ഉണ്ട്, പിന്നെ ട്രാക്കിംഗ് ഉണ്ട്, പിന്നെ ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ കമ്പയർ, പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റ്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ഡോക്യുമെൻ്റ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാർ നമ്മുടെ ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യും, അതിൽ ചേഞ്ചസ് വരുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ നമ്മളല്ല ഒരുപാട് യൂസേഴ്സിന് ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് അതിനെ നമ്മുടെ ഡോക്യുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റ്. പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റ് ഏത് ടാബിലാണെന്ന് ചോദിച്ചാൽ റിവ്യൂ ടാബിലാണ് പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, റെസ്ട്രിക്റ്റ് ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ വരും. ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിംഗ് റെസ്ട്രിക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻ ആണ്. ഇവിടെയും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എൻഫോഴ്സ്മെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതെടുക്കുക. അതെടുത്തിട്ട് അതിനകത്ത് നോക്കി കാണിച്ചു തരാം. ഉണ്ടോ, സ്റ്റാർട്ട് എൻഫോഴ്സ്മെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് എൻഫോഴ്സിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ മറ്റുള്ളവർ ആക്സസ് ചെയ്യാതെ പാസ്വേഡ് യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജിമെയിൽ ID നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല, അതുപോലെ നമ്മുടെ ഡോക്യുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. ഞാൻ Z എന്നൊരു പാസ്വേഡ് കൊടുത്തു. അതുപോലെ തന്നെ ആ പാസ്വേഡ് വീണ്ടും റീ എൻ്റർ ചെയ്യാൻ ചോദിക്കും. വീണ്ടും ഞാൻ Z കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എന്താകും? പ്രൊട്ടക്റ്റ് ആകും. ഇനിയിപ്പോൾ നോക്കി, എൻ്റെ മൗസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ സ്പേസ് കൊടുത്തു. വരുന്നുണ്ടോ? ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കീബോർഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒരു മാറ്റവും വരുന്നില്ല. നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്ത് വരത്തില്ല? ഒരു ചേഞ്ചസും വരത്തില്ല. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മുടെ ഡോക്യുമെൻറ്റിനെ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രൊട്ടക്ഷൻ മാറ്റണം. നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മറ്റൊരാൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊട്ടക്ഷൻ മാറ്റണം. പ്രൊട്ടക്ഷൻ മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇവിടെ സ്റ്റോപ്പ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഏതാണ്? Z ആണ് കൊടുത്തത്. അപ്പം ഞാനത് കൊടുത്തു. അതിനുശേഷം എന്ത് കൊടുത്തു? ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ സ്പേസ് കീ പ്രസ് ചെയ്തു. കണ്ടോ, സ്പേസ് വരുന്നുണ്ടോ? ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമുക്കത് പറ്റുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ റിവ്യൂ ടാബിനകത്താണ് ഇത് ഇത്രയും വരുന്നത്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് വ്യൂ ടാബാണ്. വ്യൂ ടാബിനകത്ത് വരുന്നത് ആദ്യത്തേന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് വ്യൂ ആണ്. ഡോക്യുമെൻ്റ് പല രീതിയിൽ നമുക്ക് വ്യൂ ചെയ്യാം. ഏതൊക്കെ രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ടും
5 രീതിയിലാണ് നമുക്ക് ഡോക്യുമെൻ്റ് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. പ്രിൻ്റ് ലേഔട്ട് വ്യൂ, ഫുൾ സ്ക്രീൻ റീഡിംഗ്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ വ്യൂ ആൻഡ് ഡ്രാഫ്റ്റ്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡോക്യുമെൻ്റ് വ്യൂവിൽ ഒന്നാമത്തത് പ്രിൻ്റ് ലേഔട്ടാണ്. നമ്മൾ എഡിറ്റിംഗ് വ്യൂ ദാറ്റ് ഡിസ്പ്ലേ ഡോക്യുമെൻ്റ് ആസ് ഇറ്റ് വിൽ പ്രിൻ്റ്. നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എങ്ങനെയാണോ ഡിസ്പ്ലേ ആകുന്നത് അതുപോലെയാണ് പ്രിൻ്റ് ലേഔട്ട് വ്യൂവിൽ വരുന്നത്. നമ്മളൊരു ഡോക്യുമെൻ്റ് എടുത്തു, പ്രിൻ്റ് ലേഔട്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു പ്രിൻ്റ് കൊടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഡോക്യുമെൻ്റ് കിട്ടും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രീൻ റീഡിംഗ് ആണ്. റീഡ് ഡോക്യുമെൻ്റ് വിത്ത് മിനിമം ഓഫ് ഐസ്റ്റെയിൻ. മിനിമം ഐസ്റ്റെയിൻ വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുൾ സ്ക്രീൻ വരുന്നത്. അതായത് നമ്മുടെ ഫുൾ സ്ക്രീനായിട്ട് അത് വരും. ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് എടുത്ത് കാണിച്ചു തരാം നിങ്ങളെ. ഇന്ന് നമുക്ക് ഫുൾ സ്ക്രീൻ കൊടുത്ത് നോക്കാം. കണ്ടോ? ഫുൾ സ്ക്രീൻ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ ഫുൾ സ്ക്രീനായിട്ട് ഇത് വരും. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്ലോസ് ബട്ടൺ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ ക്ലോസ് ബട്ടൺ ഉണ്ട്. ഇപ്പം ആ ക്ലോസ് ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മുടെ നോർമൽ പൊസിഷനിലേക്ക് വരും. ഇതാണ് ഫുൾ സ്ക്രീൻ റീഡിങ്. അടുത്തതെന്ന് പറഞ്ഞാൽ വെബ് ലേഔട്ടാണ്. വെബ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ വെബ് പേജസിൽ എങ്ങനെയാണോ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിലായിരിക്കും വെബ് ലേഔട്ടിൽ വ്യൂ ചെയ്യുന്നത്. അവിടുത്തെ ഔട്ട്ലൈൻ വ്യൂ ആണ്. ഔട്ട്ലൈൻ വ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഔട്ട്ലൈൻ ഫോർമാറ്റ്, ബുള്ളറ്റഡ് ടെക്സ്റ്റ് ഒക്കെ ആയിരിക്കും. ബുള്ളറ്റഡ് ടെക്സ്റ്റ് ഔട്ട്ലൈൻ ഫോർമാറ്റ് മാത്രമായിരിക്കും ഇതിനകത്ത് കാണുന്നത്. ഇതെന്താണ്, ക്ലോസ് ഔട്ട്ലൈൻ വ്യൂ. ഇനി പിന്നെ നമുക്ക് വ്യൂ ടാബിനകത്തുള്ള ലാസ്റ്റ് വൺ ഏതാണ്, ഡ്രാഫ്റ്റ് ആണ് ഇനി പറയാനുള്ളത്. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യൂ ഡോക്യുമെൻ്റ് ആസ് ഡ്രാഫ്റ്റ് ക്വിക്ക്ലി എഡിറ്റ് ദ ടെക്സ്റ്റ്. നമുക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഫ്റ്റ് ടൈപ്പിൽ നമുക്ക് വ്യൂ ചെയ്യാം. അപ്പം വ്യൂസ് മെയിനായിട്ടും വേഡിനകത്തുള്ള 5 ടൈപ്പ് വ്യൂസാണ്. പ്രിൻ്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിങ്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ ആൻഡ് ഡ്രാഫ്റ്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷോർ ഹൈഡ് ആണ്. ഇവിടെ ഷോർ ഹൈഡിലുള്ള ഓപ്ഷൻസ് റൂളർ, ഗ്രിഡ് ലൈൻ, മെസ്സേജ് ബാർ, ഡോക്യുമെൻ്റ് മാപ്പ്, തം ലൈൻസ്. അപ്പോൾ തം നെയിൽസ്. അപ്പോൾ റൂളർ വേണമെങ്കിൽ നമുക്ക് ഇതാണ് റൂളർ എന്ന് പറയുന്നത്. റൂളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂളർ വരും. ഇപ്പോൾ ഷോർ ഹൈഡ് നമുക്ക് ആവശ്യമുള്ളത് ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റൂളറിൽ ഒന്നുകൂടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ റൂളർ പോയി. ഇനി റൂളർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഗ്രിഡ് ലൈൻസ്, ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രിഡ് ലൈൻസ്, മെസ്സേജ് ബാർ, ഡോക്യുമെൻ്റ് മാപ്പ്, തംബ്നെയിൽസ്, ഇത് ഇത്രയും ഷോർ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർ ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് ഏതൊക്കെയാണെന്ന് ഓർക്കണം. റൂളർ ഉണ്ട്, ഗ്രിഡ് ലൈൻ ഉണ്ട്, മെസ്സേജ് ബാർ ഉണ്ട്, ഡോക്യുമെൻ്റ് മാപ്പ് ഉണ്ട്, തംബ്നെയിൽസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സൂം ആണ്. സൂം എന്ന് പറഞ്ഞാൽ നമുക്ക് സൂം ഇൻ ഓർ സൂം ഔട്ട്. സൂം ഇൻ ചെയ്യാം. സൂം ഇൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, സൂം കൂട്ടുകാൻ വേണ്ടിയിട്ടും, സൂം ഔട്ട് എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ സൂമിനകത്ത് നമ്മൾ സൂമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഉണ്ട്. സൂം ടു ഏതൊക്കെ പെർസെൻറ്റേജ്, 200% നമുക്ക് സൂം ചെയ്യാം, 100% സൂം ചെയ്യാം, അതുപോലെ തന്നെ 75% നമുക്ക് സൂം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുമുള്ള ഓപ്ഷൻസ് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഇതിൻ്റെ കൂടെ ഒരു 50% കൂടെ തന്നിട്ട് ഈ സൂമിൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് ചോദിക്കും. ഏതാണ്, 50% ആണ്. ഇതിൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ളത് 200ഉം 100ഉം 75%ഉമാണ്. ഇനി മാക്സിമം സൂമിൻ, അതായത് എത്രത്തോളം നമുക്ക് മാക്സിമം സൂമിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 500% വരെ മാക്സിമം സൂമിൻ ചെയ്യാം. ഇനി സൂം ഔട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ മാക്സിമം സൂം ഔട്ട് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ എത്രത്തോളം നമുക്കിത് സൂം ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ബാർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ സൂം ഇൻ ചെയ്ത് നമുക്ക് മാക്സിമം എവിടെ വരെ പോകാം, 500% വരെ പോകാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് സൂം ഔട്ട് ചെയ്ത് മാക്സിമം എത്ര പെർസെൻറ്റേജ് വരെ വരാം, 10% വരെ വരാം. അതുപോലെ തന്നെ ഇത് നമുക്കിപ്പോൾ നമ്മൾ 100% കിടന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്ഷൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സൂമിനും സൂം ഔട്ടും, അതുപോലെ തന്നെ മാക്സിമം എത്രയാണ്, മിനിമം എത്രയാണ്, അതുപോലെ തന്നെ സൂമിൽ അവൈലബിൾ അല്ലാത്ത സൂം പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പം സൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് 200%, 100%, 75% ആണ്. മാക്സിമം 500%ഉം മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 10%ഉമാണ്. ഇത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാക്രോസ് ആണ്. മാക്രോ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് വേർഡ് കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെയാണ് മാക്രോ എന്ന് പറയുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്? മാക്രോസ് എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറഞ്ഞാൽ എ സീരീസ് ഓഫ് വേർഡ് കമാൻഡ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് വി ഗ്രൂപ്പ് ടുഗദർ ആസ് എ സിംഗിൾ കമാൻഡ്. ഒരു സീരീസ് ഓഫ് എന്തായിരിക്കും? ഇൻസ്ട്രക്ഷൻസോ കമാൻഡ്സോ ഒക്കെ ആയിരിക്കും. അതിനെ നമ്മൾ സിംഗിൾ കമാൻഡായിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ടാസ്ക് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സിനെയാണ് നമ്മൾ മാക്രോസ് എന്ന് പറയുന്നത്. മാക്രോയുടെ ഷോർട്ട് കട്ട് കീ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Alt+F8 ആണ് മാക്രോയുടെ ഷോർട്ട് കട്ട് കീ. മാക്രോസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Alt+F8 ആണ്. കണ്ടോ? Alt+F8 കൊടുത്തു കഴിഞ്ഞാൽ മാക്രോ വരും. ഇവിടെ മാക്രോ നെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാക്രോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ MS വേർഡിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് ടാബ് സെറ്റിങ്സ് പറയുന്നുണ്ട്. ടാബ് സെറ്റിങ്സ് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ടാബ് സെറ്റിങ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട്സും ഒക്കെ ആവശ്യമുള്ളവർ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക്